Good morning, all. Morning. Yes. Can you start the voice work here now? എന്തെങ്കിലും ഡൗട്ടുകള്? പ്രദേശമൊന്നുമില്ല. നമ്മള് എലമെന്റ്സ് അല്ലെ, വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള മാനേജ്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി അല്ലേ. തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ഓക്കെ, എല്ലായിടത്തും മഴയൊക്കെ ആയോ? നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയൊക്കെ ആയിട്ടോ? മഴയുണ്ടോ? എല്ലാവർക്കും നല്ലൊരു കൂളൊക്കെ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, സ്റ്റാർട്ട് ചെയ്യാം നല്ല രീതിയിൽ തന്നെ. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ പഠിച്ചു വന്നത് അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലെ. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെയുള്ള പേഷ്യൻസ് പോകണമെങ്കിൽ ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഹോസ്പിറ്റലില് കൈകാര്യം ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അവിടെ ഫെസിലിറ്റി മാനേജ്മെന്റും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് നോക്കാം. ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഈസ് ദ ഡെയിലി ഓപ്പറേഷൻസ് നെസസറി ടു എൻഷുർ എ ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട് ആൻഡ് ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് കോർ ഫങ്ഷൻസ്. അതായത് നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റലില്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഓക്കെ, അവിടെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം അല്ലെ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എപ്പോഴും അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആവശ്യത്തിന് വെള്ളം വേണം, ആവശ്യത്തിന് വെളിച്ചം വേണം അല്ലെ. ഇതെല്ലാ സൗകര്യങ്ങളും കൃത്യമായിട്ടുള്ള ടൈമിൽ അവിടെ അവൈലബിൾ ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോ പെട്ടെന്നൊന്ന് അല്ലെ, നമുക്കറിയാം കറണ്ട് പവർ പോയി എന്ന് പറഞ്ഞാൽ അറ്റ് ദ മൊമെന്റിൽ പിന്നെ ജനറേറ്റർ ഓൺ ആക്കാനൊന്നും പോകാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി അത് വർക്കിംഗ് ആവും അല്ലെ. നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. സോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയാലാണ് അവിടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി ഓപ്പറേഷൻസ് അല്ലെ. എല്ലാ ദിവസവും ദൈനംദിനമായിട്ടുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് ആവശ്യമാണ്. നെസസറി ടു എൻഷുർ ഫിസിക്കൽ എൻവയോൺമെന്റ് സപ്പോർട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് കോർ ഫങ്ഷൻസ്. ഫിസിക്കലായിട്ട് ഭൗതികപരമായിട്ട് പല ആവശ്യങ്ങൾ അവിടെ ആവശ്യമാണ്. ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും നല്ല ശുചിത്വവും എല്ലാം ആവശ്യമാണ് അല്ലെ. ഇതിന് പലതരത്തിലുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ അവിടെ പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ഏത് മാനേജ്മെന്റ് ആണ്? ഫെസിലിറ്റി മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? ഫെസിലിറ്റി മാനേജ്മെന്റ് ഒക്കെയാണ്. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, is the daily operations are necessary to ensure a physical environment supported to an organization's needs and core functions. അതുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ പുറത്ത് വെക്കാം. ഒരു ഹോസ്പിറ്റലിന് സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഡോക്ടേഴ്സും നല്ല മെഷീൻസും മാത്രമൊന്നും ആവശ്യം. അതെ, അതുകൊണ്ട് മാത്രം പോരാ, നല്ല നല്ല സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള നല്ല എൻവയോൺമെന്റൽ ആയിട്ടുള്ള സൗകര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട താഴേക്ക് പോവുകയാണെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ വരുന്ന ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കുക. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ മെഡിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ, സേഫ് അല്ലെ, സേഫ്റ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെസിലിറ്റീസ് ആൻഡ് ടു എൻഷുർ സർവീസ് requires and provided efficiently and quickly to make operations without the intervention. ഓക്കെ, ഓരോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നല്ല ഹ്യൂമൻ റിസോഴ്സിന്റെ സേവനങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ അല്ലെ. മറ്റെല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ പോകണം. നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അല്ലെ, എന്തെങ്കിലുമൊക്കെ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. നല്ല ശുചിത്വമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എച്ചയിലൊക്കെ നമ്മൾ അല്ലെ കുറെ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും അല്ലെ വലിയൊരു ചാപ്റ്റർ ഉണ്ട്, എന്താണ് സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചില്ലേ? സ്പില്ലേജ് വേസ്റ്റില് അല്ലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലീക്കിങ്ങും അല്ലെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം എന്തും ബ്ലഡും യൂറിനും അല്ലെ മറ്റു തരത്തിലുള്ള പല ഇതുകളും നമ്മൾ കളക്ട് ചെയ്ത് അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടപ്പാക്കും. സോ അങ്ങനെയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ ചോർച്ച അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അണുക്കളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയൊക്കെയുണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് മാത്രമല്ല അവിടെയുള്ള പേഷ്യൻസിനും റിലേറ്റീവ്സിനും എല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ടു എൻഷുർ സർവീസ് സർവീസസ് ആർ പ്രൊവൈഡഡ് എഫിഷ്യന്റ്ലി. ഫലപ്രദമായിട്ട് തന്നെ അവിടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Then and quickly to maintain operations without intermission. ഒരു തടസ്സവും ഇല്ലാതെ പോകണം അല്ലെ. ഇൻ കേസ് പെട്ടെന്ന് പവർ ഓഫ് ആയി അല്ലെങ്കിൽ വെള്ളം അല്ലെ നമുക്കറിയാം അതിന് മുൻപേ തന്നെ ഇൻ കേസ് വെള്ളം എവിടെയെങ്കിലും ദൗർലഭ്യം വരുന്നതിന് മുമ്പേ തന്നെ വാണിംഗ് അല്ലെ അത് കിട്ടത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യും. എല്ലാത്തിനും അല്ലെ ഒരു മുൻകൂട്ടിയുള്ള അറേഞ്ച്മെന്റ് അവിടെ ഉണ്ടാവും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവിടെ അഭാവം ഉണ്ടാവാൻ പാടില്ല. സോ അത് അത്തരത്തിലുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിലാണ് അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. Okay, effective hospitals and healthcare facilities are crucial to fulfill the needs of people. Okay, people's-ന്റെ അതായത് നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സും ഹ്യൂമൻ ബീയിങ് ആണ്, പേഷ്യൻസ് റിലേറ്റീവ്സ് എല്ലാം തന്നെ ഹ്യൂമൻ ബീയിങ് അല്ലെ. അപ്പൊ അവിടെയുള്ള പീപ്പിൾസിന്റെ ഒരു സേഫ്റ്റി, അവരുടെ ആവശ്യങ്ങൾ നീഡ്സ് അല്ലെ, അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, വായു, വെളിച്ചം, വെള്ളം അല്ലെ, എല്ലാ തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആകണം. സോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അത് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കൈകാര്യം ചെയ്തു പോകുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ അല്ലേ? എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഇത്ര ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഓക്കെ അല്ലേ? ഇതാണോ? യെസ്. അപ്പോ ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക, എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കാം. ദെൻ നമുക്ക് താഴേക്ക് നോക്കാം. ഹൗ ഈസ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഡൺ ഇൻ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലില് എങ്ങനെയാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത്? നമുക്കറിയാം നല്ല ഒരു അടുക്കിച്ചിട്ടിയോടും കൂടിയിട്ട് അത് അവൈലബിൾ ആകണം അല്ലെ. ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് മാത്രമല്ല പ്രിക്കോഷൻസ് എടുക്കുന്നില്ല അല്ലെ, അണുക്കളൊക്കെ നിറഞ്ഞ അതോട് കൂടിയിട്ടാണ് എല്ലാവരും അൺവെല്ലായിട്ട് തന്നെയായിരിക്കും, എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. സോ ആ തരത്തിൽ വരുന്ന പേഷ്യൻസിൽ നിന്ന് ഒരിക്കലും മറ്റുള്ളവർക്കും പേഷ്യൻസ് അല്ല അതേമാതിരി തന്നെ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫ്സിനൊന്നും അത് അല്ലെ ഏതെങ്കിലും തരത്തില് അണുബാധയൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ കൃത്യമായിട്ട് ഇത് ആസൂത്രണം ചെയ്ത് മാത്രമാണ് അവൈലബിൾ ആക്കാനായിട്ട് പാടുള്ളൂ. This is done through machine maintenance and asset tracking features. ഓക്കെ, നമുക്കറിയാം മിക്കവാറും അല്ലെ പുതിയ പുതിയ എന്താണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം എപ്പോഴും എന്താണ് അത് പരിപാലിച്ച് അല്ലെ പുതിയ പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കും. ആൻഡ് അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ അല്ലെ ആ ഒരു ഫ്ലോക്ക് തടസ്സമുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അതിന്റെ ട്രാക്കിലൂടെ അല്ലെ അത് അന്വേഷിച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. All the major equipment, facilities and assets in the hospital infrastructure are monitored through this FM software. Facility management software. അതായത് നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അല്ലെ. എല്ലാ ബ്ലോക്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലായിടത്തും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അത് ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഒക്കെ വരുത്താനായിട്ട് അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. സോ എവിടേക്കാണ് ഏത് ബിൽഡിങ്ങില് ഏത് ഫ്ലോറില് അല്ലെ അതൊക്കെ എവിടേക്കാണെന്ന് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്ക് ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ട്രാക്കിൽ എവിടെയെങ്കിലൊക്കെ തടസ്സങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും എളുപ്പം സാധിക്കും. ഓൾ ദ മേജർ എക്യുപ്മെന്റ് അല്ലെ, പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുകൾ, സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ, അടിസ്ഥാനപരമായിട്ട് ഹോസ്പിറ്റലിന് വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട അസറ്റ്സുകൾ, മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെ, ഇവിടെ ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം അത് നിരീക്ഷിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ സോഫ്റ്റ്വെയർ വഴി നിരീക്ഷിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ തടസ്സമുണ്ടോന്നോ ആ മോണിറ്റർ ചെയ്യുമ്പോൾ തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ അതനുസരിച്ച് ക്രമാനുസൃതമായിട്ട് കറക്റ്റ് ചെയ്തു പോകാനും സാധിക്കുന്നു. The healthcare facility provider keeps a track of all the resources and its availability and stays prepared for any emergency. നമുക്കറിയാം അത് ഒരിക്കലും എന്തുകൊണ്ട് ഇങ്ങനെ തടസ്സം വരാതെ അല്ലെ നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം അതിന് അതിൻ്റെതായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ. ഏത് ഫ്ലോയിലും കേസ് എന്തെങ്കിലും പ്ലംബിങ്ങിന് എന്തെങ്കിലും റിപ്പയർമെന്റോ അല്ലെ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം ഒരു റൂമില് കൃത്യമായിട്ട് അല്ലെ അവിടെ വെള്ളം ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിന് തണുത്ത വെള്ളം ഒന്നും വന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് അല്ലെ. നല്ല സർവീസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളിൽ അലംഭാവം ഉണ്ടായാൽ കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഒരു ട്രാക്ക് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അവിടെ എഞ്ചിനീയേഴ്സ് അതായത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നവർ, ഹാൻഡിൽ ചെയ്യുന്നവർ അത് യൂസ് ചെയ്ത് നോക്കും. എവിടെയെങ്കിലൊക്കെ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആ തടസ്സങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരും എല്ലാവരെയൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തതൊക്കെ പരിഹരിക്കും. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡേഴ്സ് അല്ലെ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നൽകുന്നവര് തീർച്ചയായിട്ടും ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇതനുസരിച്ചിട്ട് ടെക്നീഷ്യന്മാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവര് അവരുടെ ട്രാക്ക് സ്മൂത്ത് ആയിട്ട് നോക്കും അല്ലെ. അവിടെ വിഭവശേഷിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ, ആൻഡ് ഇറ്റ്സ് അവൈലബിലിറ്റി ആൻഡ് സ്റ്റേസ് പ്രിപ്പയർഡ് ഫോർ എനി എമർജൻസി. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടാനായിട്ട് കൃത്യസമയത്ത് ഇടപെടാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഏത് ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് ഇവത് ഹാൻഡിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്ത് പോവുക. മെഷീൻ മെയിൻ്റനൻസ് ആൻഡ് ആസ്പെക്ട് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്. അതായത് നമുക്കറിയാം അവിടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എവിടെയെങ്കിലൊക്കെ അല്ലെ അവിടെ അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നവര് അവരിങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലൊക്കെ ബ്ലോക്കുകളോ എന്തെങ്കിലും റിപ്പയർമെന്റ്സോ കാര്യങ്ങളൊക്കെ അവിടെ എന്താണ് അവിടെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ. സോ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് പെട്ടെന്ന് തന്നെ മെസ്സേജിലൂടെ ഒക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. മെയിൻ്റനൻസ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താന്നുള്ളത് അതിന്റെ ട്രാക്കിംഗ് ഫീച്ചേഴ്സും ഒന്ന് നോട്ട് ചെയ്യുക. ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. ഓക്കെ, നമുക്കറിയാം ആവശ്യമുള്ളപ്പോ ഫെസിലിറ്റീസുകൾ അവിടെ അനുവദിക്കാം. വെള്ളത്തിന്റെ പ്രോബ്ലം അല്ലെ, ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി അല്ലെ എന്തിന്റെയാണ് അഭാവം വന്നിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അത് പരിഹരിക്കണം അല്ലെ. അത് മാക്സിമം അവർക്ക് എന്താണ് ഹോസ്പിറ്റലിന് എത്രത്തോളം അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും അത്രയും അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലെ. നമ്മൾക്ക് അറിയാം പരമാവധി പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ അത് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഫസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ്. ഇവിടെ ഫങ്ഷൻസിലൊന്നും അല്ലെ ഒരുപാട് വിവരിച്ചിട്ടില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റ് പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി, മനസ്സിലാക്കി പോകാം. എന്താണ് മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങൾ പരമാവധി ലഭ്യമാക്കുക, അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ്. സെക്കൻഡ് നോക്കുക, ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി. ഓക്കെ, നമുക്കറിയാം ഈ പറഞ്ഞ മാത്രം ഹോസ്പിറ്റലൊക്കെ ആവുന്ന കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അല്ലെ, റിസപ്ഷനിസ്റ്റ് തുടങ്ങി അങ്ങ് അറ്റം വരെയും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആക്കേണ്ടതുണ്ട്. സോ
തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് എല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ചാലാണ് എവിടെയാണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് അല്ലെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതെല്ലാം നമുക്കറിയാം കൂട്ടിച്ചേർക്കുന്നത് ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി അല്ലെ, ടെക്നോളജി വഴിയാണ് നമ്മൾ ഇതെല്ലാം അപ്ഡേഷൻസും വരുന്നത്. ഇന്ന ബ്ലോക്കില്, ഇന്ന ബിൽഡിങ്ങില്, ഇന്ന റൂമില് അല്ലെ, ഇന്ന പ്ലേസില് ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് റിപ്പോർട്ട് തീർച്ചയായിട്ടും അത് ട്രാക്ക് ചെയ്യുന്നവർ നോക്കുന്നു. ദെൻ ആ ട്രാക്ക് അനുസരിച്ചിട്ട് തന്നെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന എംപ്ലോയിയെ അവിടെ കൊണ്ട് അല്ലെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത് അത് പരിഹരിക്കുന്നു. സോ ഇന്റഗ്രേറ്റീവ് ടെക്നോളജി, ഈ ടെക്നോളജിയിലൂടെ അല്ലെ എല്ലാത്തിനെയും ഈ ടെക്നോളജിയിൽ ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ആ സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് നമുക്കറിയാം അത് ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ഈ ടെക്നോളജിയുടെ ഫ്ലോയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ആ ഫംഗ്ഷൻ കൃത്യമായിട്ട് തന്നെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. തേർഡ് വൺ പറയുന്നത് മാനേജിങ് പ്രൊജക്ട്സ്. നമ്മൾ എപ്പോഴും അല്ലെ ഓരോ ഹോസ്പിറ്റലൊക്കെ പണിയുമ്പോൾ ചിലപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ ഇങ്ങനെ നിരന്തരം നടപ്പാക്കിക്കൊണ്ടിരിക്കും. ഓരോ പ്രൊജക്റ്റ് ഒക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. സോ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യുക അല്ലെ, നല്ല പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിംഗ് ഫെസിലിറ്റീസ്, മതിയായ ഫെസിലിറ്റീസ് അനുവദിക്കുക, നിലനിർത്തുക. ദെൻ ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുക, ഇന്റഗ്രേറ്റീവ് ടെക്നോളജി. ദെൻ മാനേജിങ് പ്രോജക്ട്സ്, നമുക്കറിയാം ഓരോ പ്രോജക്റ്റുകൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. സ്ട്രീം ലൈനിങ് പ്രോസസ്സ്, നമുക്കറിയാം ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലെ. ചിലടത്ത് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ, ചിലടത്ത് അല്ലെ അവിടെ പ്ലഗ് വർക്ക് ചെയ്യില്ലാതായിരിക്കും, ചിലടത്ത് എന്താണ് വെന്റിലേഷൻ സൗകര്യം പ്രശ്നമാണെന്നായിരിക്കും. എനിവേ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഫസ്റ്റ്ലി അല്ലെ ആദ്യം തന്നെ ചെയ്തു തീർക്കേണ്ട, പ്രയോറിറ്റി കൊടുത്ത് ചെയ്തു തീർക്കേണ്ടത് എന്താണോ അതനുസരിച്ചിട്ട് അവിടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. സ്ട്രീം ലൈനിങ് പ്രോസസ്സ് അല്ലെ എപ്പോഴും നമുക്കറിയാം ഒരു ബേസിക്കലി ആദ്യം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷെ മോസ്റ്റ്ലി പ്രിഫറബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണോ അതനുസരിച്ച് അത് പരിഹരിച്ചു പോകും. മോസ്റ്റ്ലി നമുക്കറിയാം ഈ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ജനങ്ങളും സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് അല്ലെ, ആർക്കും വെള്ളം കിട്ടാതെ ഇരിക്കരുത്, ആർക്കും അല്ലെ ഭയങ്കര ചൂടും അല്ലെ ഭയങ്കര തണുപ്പും ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെന്നും അവിടെ അതിജീവിച്ചു പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലെ പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുക, ഒരുപക്ഷെ സ്റ്റാഫ് ആയിരിക്കാം, പേഷ്യൻസ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെ, പലതരത്തിലുള്ള ഹ്യൂമൻ ബീയിങ് ഉണ്ട്. സോ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ധർമ്മമാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്? How many functions? എത്ര ഫംഗ്ഷനാണ് പഠിച്ചത്? 5 functions അല്ലെ. ജസ്റ്റ് ഹെഡിങ് മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾ ഹെഡിങ് മാത്രം നോക്കി പോയാൽ മതി. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിങ് അല്ലെ. അപ്പോ നമുക്കറിയാം എല്ലാ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ ചോദിക്കുമ്പോഴേ എല്ലാ ഫംഗ്ഷൻസും എന്തായാലും വായിച്ചു പോയി കാണും. വായിച്ചു പോയോ? വേറെ സമയത്ത് പഠിക്കാനിരിക്കേണ്ട. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്റ്റിമൈസിംഗ് ഫെസിലിറ്റി. സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി. ദെൻ മാനേജിംഗ് പ്രൊജക്ട്. ദെൻ അതർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീം ലൈനിങ് പ്രോസസ്. ദെൻ സപ്പോർട്ടിംഗ് പീപ്പിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്. താഴേക്ക് പോകാലോ, കണ്ടിന്യൂസ് ചെയ്യാലോ. ഓക്കെ, ദെൻ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് അല്ലെ. ഹ്യൂമൻ ബീയിങ് ആണ്, അവിടെ ശുചിത്വം വേണം, അവർക്ക് അല്ലെ ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും അണുക്കളൊന്നും അവർക്കും അല്ലെ ഒരു രോഗാവസ്ഥയൊന്നും ഉണ്ടാവാൻ പാടില്ല ഏതൊരു പീപ്പിളിനും.
അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായിക്കോട്ടെ, പേഷ്യൻസിനായിക്കോട്ടെ, മറ്റാരും അല്ലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി എന്നുള്ള ഒരു പ്രധാന ഹെഡിങ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. So the efficient safety management is a crucial part of a facility management as it helps to protect everyone that uses a facilities from hazards. Okay. നമുക്കറിയാം പ്രധാനമായിട്ടുള്ളത് അവിടെ അപകടാവസ്ഥയിൽ അവിടെ എന്താണ് ജനങ്ങള് അല്ലെ വ്യാപൃതമാവാൻ പാടില്ല. അപ്പൊ പ്രധാനമായിട്ട് ഫെസിലിറ്റി മാനേജർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെ. എഫിഷ്യന്റ് സേഫ്റ്റി മാനേജ്മെന്റ് നമുക്കറിയാം ഫലപ്രദമായിട്ട് സേഫ്റ്റി മാനേജ്മെന്റ് അവിടെ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും അവൈലബിൾ ആക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് വെളിച്ചം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മറ്റു തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അല്ലെ, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള സേഫ്റ്റി മാനേജ്മെന്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സോ ഫലപ്രദമായിട്ടുള്ള സേഫ്റ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആസ് ഇറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് എവരിവൺ ദാറ്റ് യൂസസ് എ ഫെസിലിറ്റി ഫ്രം ഹാസാർഡ്സ്. എന്ത് അപകടാവസ്ഥയിൽ ഫേസ് ചെയ്യേണ്ട വന്നാലും അവർക്ക് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ, അതിനനുസരിച്ചിട്ടുള്ള ഒരു മുൻകരുതല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഫെസിലിറ്റി മാനേജ്മെന്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടല്ലേ പോകുന്നത്, ആണോ? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണാറ്? യെസ്. അതുപോലെ തന്നെ പേഷ്യൻസിനാണെങ്കിലും നമുക്കറിയാം അല്ലെ, അവർക്കും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള നടപടികളിലൊക്കെ ഏർപ്പെടുത്തുക അല്ലെ. ശരിയല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഗ്ലൗസും അല്ലെ കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടാണ് അവിടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതേമാതിരി തന്നെ പേഷ്യൻസും അല്ലെ മുൻകരുതലുകളൊക്കെ എടുത്തതിന് ശേഷമാണ് തിയേറ്ററിലൊക്കെ പ്രവേശിക്കുന്നത്. അപ്പൊ അപകടാവസ്ഥ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും അവിടെ ഉറപ്പ് വരുത്തേണ്ടത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നോക്കാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഇൻ ഫെസിലിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ആ ഒരു സുരക്ഷാ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കാം. കണ്ടക്ടിങ് എഫക്റ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് assessments are necessary for adequately identifying hazards for areas of risk. നമുക്കറിയാം എല്ലായിടത്തും ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഒന്നും വേണമെന്നില്ല അല്ലെ. എല്ലാ വിസിറ്റിംഗ് റൂമിലും എല്ലാവരുടെയും ഈ പറഞ്ഞ നഗര പ്രിക്കോഷൻസ് എടുത്തിട്ടും നല്ല കൈകാര്യം ചെയ്യും. അതേസമയം നമുക്കറിയാം ഇപ്പൊ കൊറോണ പോലെയുള്ള വൈറസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവര് എവിടെയും ഏർപ്പെടുമ്പോഴൊക്കെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്തിട്ടാണ് അല്ലെ. പീപ്പിൾസിനാണെങ്കിലും സാമാന്യ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് മാത്രമാണ് അവിടെ പേഷ്യൻസിന് സർവീസുകൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഹസാർഡ്സ് എന്താണ്, റിസ്ക് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടക്ടിങ് എഫക്റ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് അസസ്മെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം വിലയിരുത്തലുകൾ അല്ലെ are necessary for adequately identify hazards or areas of risk. റിസ്ക് എവിടെയാണ്, എന്ത് തരത്തിലുള്ള റിസ്ക് ആണോ എന്ന് തിരിച്ചറിയുക അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാം. Removing or reducing the hazards or risk, putting in place appropriate safety measures and procedure and informing and training staff in those measures. തീർച്ചയായിട്ടും ഈ റിസ്കുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മെഷേഴ്സ്, അതിനുള്ള അല്ലെ നടപടിക്രമങ്ങളെല്ലാം അവിടുത്തെ സ്റ്റാഫുകൾക്കും കൊടുക്കും. അതേപോലെ തന്നെ പേഷ്യൻസ് ആണെങ്കിൽ പേഷ്യൻസിന് അല്ലെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മുൻകരുതലുകൾ കൊടുക്കും. ഇന്ന രീതിയിൽ നിങ്ങൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. റേഡിയോളജി അവിടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇവിടേക്ക് അടുത്തേക്ക് പ്രവേശിക്കില്ല അല്ലെ. റെഡ് ആയിട്ടുള്ള നമുക്കറിയാം അതിന്റെയൊക്കെ മെസ്സേജ് നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്കറിയാം എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വിവാഹങ്ങളിലൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തതിന് ശേഷമാണ് അവർ ഡ്യൂട്ടിയിലേക്ക് ഏർപ്പെടുന്നത്. അത് ഏത് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റിലേറ്റീവ്സിനാണെങ്കിലും ജസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും അവർക്ക് ഒഴി കയറി ശമ്പളം കിട്ടുന്നു കയറാനുള്ള പെർമിഷൻ കൊടുക്കില്ല. ശരിയല്ലേ? ശരിയല്ലേ? അതെ അല്ലെ. റിസ്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷർമെന്റ് എടുത്ത് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് അവരെ അതിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുത്തുന്നത്.
അപ്പൊ എന്ത് തരത്തിലുള്ള റിസ്ക് ആണോ ആ റിസ്ക് ആദ്യം തന്നെ വിലയിരുത്തുക. അതിനനുസരിച്ചിട്ട് പീപ്പിൾസിന് അല്ലെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നുണ്ട് എന്താണ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണമെന്ന് പറയുന്നു. പ്രൊസീജിയർ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കണമെന്ന് പറയുന്നു. ഇൻഫോമിംഗ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫിംഗ് ദോസ് മെഷേഴ്സ്. ഓക്കെ, ഇന്ന റിസ്കുകൾ എടുക്കുമ്പോൾ ഇന്ന മുൻകരുതലുകൾ അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ട്രെയിനിങ് കിട്ടിയതിനു ശേഷമാണ് അവര് അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ കൃത്യമായിട്ട് ഇന്ന അല്ലെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്നത് അനുസരിച്ചിട്ട് അവർ ക്വിക്കായിട്ട് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ ട്രെയിനിങ്ങിന് അനുസരിച്ചിട്ടാണ് പെട്ടെന്നുള്ള അർജൻസി കേസുകളിൽ ഇന്ന മുൻകരുതലുകൾ എടുക്കണം. ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നൊക്കെയുള്ള എന്തൊക്കെ രീതിയിലാണ് ട്രെയിനിങ്, ആ സ്പില്ലേജിനെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഓടിപ്പോയി ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ഒന്നും അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല അല്ലെ. ഇൻഫോർമേഷൻസ് കെമിക്കൽ സ്പില്ലേജ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടവർക്ക് ഇൻഫോർമേഷൻസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അല്ലെ എത്രയും പെട്ടെന്ന് എല്ലാവരെയും വെക്കേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമൊക്കെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. സോ ഇതെല്ലാം മെഷർ ചെയ്തിട്ട് റിസ്കുകൾക്ക് അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അല്ലെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ അവരുടെ പ്രൊവൈഡ് ചെയ്യേണ്ടതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ അല്ലേ? താഴേക്ക് പോകാലോ. എന്താണ് പേഴ്സണൽ റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, ആരൊക്കെയാണോ ഇതിലെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എന്നുള്ള കാര്യമാണ് അവിടെ നോക്കുന്നത് പറയുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് ഉള്ളെങ്കിലും അത് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. ആരൊക്കെയാണ് പേഴ്സണൽ അല്ലെ പ്രധാനമായിട്ടുള്ള വ്യക്തികൾ, ഇത്തരത്തിലുള്ള പ്രൊഫഷനുകൾ ചെയ്യേണ്ട വ്യക്തികൾ എന്ന് പറയുന്നത് ഡയറക്ടർ, റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ സൗകര്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺസ് അല്ലെ അവിടെയുള്ള പ്രൊഫഷണൽസിന്റെ നമുക്കറിയാം കാറ്റഗറി ചെയ്തിരിക്കുന്ന അല്ലെ പേരുകളാണ് ഡയറക്ടേഴ്സ്. അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് മനസ്സിലാക്കിയതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കണം. റിസ്ക് മാനേജേഴ്സ് അല്ലെ ഇന്ന റിസ്കുകളൊക്കെ വരുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കൈകാര്യം ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം HR അല്ലെ ഹ്യൂമൻ ബീയിങ്സിന്റെ മൊത്തത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. തന്നെ എഞ്ചിനീയർമാർ നമുക്കറിയാം ആവശ്യത്തിനുള്ള അല്ലെ വെളിച്ചവും ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ വെള്ളവും എല്ലാം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ എഞ്ചിനീയേഴ്സ് അതിനുള്ള പ്രൊവിഷൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർക്കും ആ ഒരു കാര്യത്തിൽ അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ സെക്യൂരിറ്റി ഇൻചാർജ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലായിടത്തും സെക്യൂരിറ്റീസ് ഉണ്ട് അല്ലെ. എന്താണ് തീർച്ചയായിട്ടും വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തും സെക്യൂരിറ്റീസ് ഉണ്ട്. അവിടെ ഓരോരോ പ്ലേസുകളിലേക്കൊക്കെ അല്ലെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ റിസ്ക് പിടിക്കുന്ന ഓരോ പ്ലേസുകളിലേക്കും ഒക്കെ അവിടേക്കൊക്കെ കടത്തിവിടാതിരിക്കാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻചാർജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെക്യൂരിറ്റി പേഴ്സൺസ് ഒക്കെ ഉണ്ട്. സോ അതിലെ ഇൻചാർജ് ഉള്ള പേഴ്സൺസ് ഒക്കെ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിൾ അല്ലെ ഉത്തരവാദിത്തങ്ങൾ മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടപടികൾ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ എല്ലാവരിലേക്കൊക്കെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. ഓക്കെ, രജിസ്റ്റർ പേഴ്സൺസിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് പോയേരെ. ാണോ ആരെപ്പോവില്ലല്ലോ. ഡയറക്ടേഴ്സ്, റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഇതിനിടയിൽ എന്താണ് നഴ്സ്, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വരുമോ? ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റിയുടെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആണോ? നമുക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കാനുണ്ട്. കൃത്യമായിട്ട് അറിയാം, നമുക്കറിയാം പ്രിക്കോഷൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടൊക്കെ പോകാൻ പാടുള്ളൂ. പക്ഷെ നമുക്കറിയാം അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ന കാര്യങ്ങളൊക്കെ അല്ലെ പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ട ഡ്യൂട്ടി ആർക്കാണുള്ളത്? ഈ പറഞ്ഞ ഡയറക്ടർ, റിസ്ക് മാനേജർ, HR എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ് ഒക്കെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ?
ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്കാണ് പോകണ്ടേ. ഓക്കെ, ഇതുവരെയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാണ് എടുത്ത് പോയത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്യേണ്ടതൊക്കെ നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെയാണോ? ഓക്കെയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇൻഡസ്ട്രിയൽ ഹൈജീൻ. പോകാലോ? ഓക്കെ, നോക്കാം. വ്യവസായികമായിട്ടുള്ള അല്ലെ, നമുക്കറിയാം വ്യവസായ ശുചിത്വം എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഹോസ്പിറ്റൽ. സോ അവിടെ ശുചിത്വത്തിന്റെ കാര്യത്തിന്റെ ഇതാണ് വിവരിക്കുന്നത്. Industrial hygiene is the science of anticipating, recognizing, evaluating, and controlling workplace conditions that may cause workers injury or illness. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അണുബാധകളൊന്നും വരരുത് അല്ലെ. പേഷ്യൻസിന്, റിലേറ്റീവ്സിന്, അതേപോലെ തന്നെ സ്റ്റാഫുകൾക്കോ ഒന്നും അല്ലെ ഒരു തരത്തിലും അണുക്കളൊന്നും അവരുടെ ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊട്ടിത്തെറികൾ വന്നാലും അങ്ങനെ നമുക്കറിയാം കെമിക്കലൊക്കെ ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ലബോറട്ടറിയിലൊക്കെ നമുക്കറിയാം രോഗനിർണയങ്ങളൊക്കെ നടത്തുന്നത്. സോ അവിടെയുള്ള പൊട്ടിത്തെറികളോ എന്ത് സംഭവിക്കാതിരിക്കാനും ഇൻ കേസ് സംഭവിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാനൊക്കെ ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. സോ നമുക്ക് മനസ്സിലാക്കാം, ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഇസ് ദ സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ് അല്ലെ. ആന്റിസിപ്പേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കാണണം അല്ലെ. റെക്കഗ്നൈസിംഗ്, ഇവാലുവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വർക്ക് പ്ലേസ് കണ്ടീഷൻസ് ദാറ്റ് മേ കോസ് ദ വർക്കേഴ്സ് ഇൻജുറി ഓർ ഇൽനെസ്. ഒരു രോഗം വരാനായിട്ട്, ഒരു ഇഞ്ചുറി വരാനായിട്ട്, എന്തെങ്കിലും പരിക്കുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി കണ്ടെത്താം. ഓക്കെ, അതേപോലെ തന്നെ അത് അംഗീകരിക്കാം. ഓക്കെ, ഇന്ന പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട് അല്ലെ, ഇന്ന നടപടികൾ തീർച്ചയായിട്ടും അത് വിലയിരുത്തണം. ഓക്കെ, ഇന്ന പ്രിക്കോഷൻസ് എടുത്താൽ മതിയോ? തീർച്ചയായിട്ടും അല്ലെ. ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഹസാർഡ്സുകൾ, അപകടാവസ്ഥകൾ വരാം, എന്തൊക്കെ ഇഞ്ചുറീസ് വരാം അല്ലെ. ഇന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്കറിയാം അവിടെ അല്ലെ ഷാർപ്പ് വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് പങ്ക്ചേർഡ് ആയിട്ടുള്ള അല്ലെ, നല്ല പങ്ക്ചർ അല്ലെ. അവിടെ വില്ലേജ് വേസ്റ്റിലൊക്കെ പറഞ്ഞതാണ് നല്ല അല്ലെ ബോക്സിലൊക്കെയാണ് അത്തരത്തിലുള്ള ഷാർപ്പ് വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണ്, അവിടെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പാസ് ചെയ്യുമ്പോഴൊക്കെ അല്ലെ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കൗസ് അല്ലെ, ബ്ലഡിലൂടെയൊക്കെ അണുക്കളൊക്കെ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുത്ത് അല്ലെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നേരത്തെ കൂട്ടി അത് മുൻകൂട്ടി കണ്ടെത്തുക. ഇന്നില്ല നടപടികൾ സ്വീകരിക്കുന്നുണ്ടായിരുന്ന അത് അംഗീകരിക്കുക അല്ലെ. ഇതെല്ലാം വിലയിരുത്തി പോകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു അല്ലെ സയന്റിഫിക് ആയിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. So is the science of anticipating, recognizing, evaluating and controlling workplace conditions that may cause a workers injury or illness. Okay, industrial hygiene എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണോ? ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് എന്താന്നുള്ളത് വ്യവസായിക ശുചിത്വം. എന്താണ് വ്യവസായിക ശുചിത്വം എന്ന് പറയുന്നത്? അതായത് ഹോസ്പിറ്റൽ ഒരു വ്യവസായ
സംരംഭമായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പീപ്പിൾസിന് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾക്കും ഇഞ്ചുറികൾക്കൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് അതെല്ലാം അല്ലെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. പ്രിക്കോഷൻസിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ അതൊക്കെ വിലയിരുത്തി അത് ഇൻ കേസ് പ്രിക്കോഷൻസ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? നോട്ട് ചെയ്ത് പോവുക. Industrial hygienists use environmental monitoring and analytical methods to detect the extent of worker exposure and employee engineering or practice controls and other methods of control the potential health hazards. ഓക്കെ, നമുക്കറിയാം ഹസാർഡ്സുകൾ വരാൻ സാധ്യതയുള്ള മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇൻ കേസ് അല്ലെ പലതരത്തിലുള്ള അപകടാവസ്ഥകളൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവും. ലേബർ റൂമിലാണെങ്കിലും ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ലബോറട്ടറിയിലാണെങ്കിലും റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും അല്ലെ എവിടെയാണെങ്കിലും ഹസാർഡ്സ് അപകടാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് അല്ലെ അത് പ്രിക്കോഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അവിടെ അവൈലബിൾ ആകണം അല്ലെ. തീർച്ചയായിട്ടും അവിടെയുള്ള പേഷ്യൻസിനും കൊടുക്കണം, ഒപ്പം തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. സോ നോക്കാം, ഇവിടെ ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് യൂസ് എൻവയറമെന്റൽ മോണിറ്ററിംഗ് അല്ലെ. നമുക്കറിയാം അവിടെ ശാസ്ത്രീയമായിട്ട് തന്നെ അവർ മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കുന്നു. എന്താണ് നിരീക്ഷിക്കുന്നത്? എന്തെങ്കിലും അല്ലെ എന്താണ് എക്സ്പോഷർ പൊട്ടിത്തെറികളോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ കൃത്യമായിട്ട് പ്ലേസുകളൊക്കെ നമുക്കറിയാം. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രധാനമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നിർമ്മിക്കേണ്ടത് അതല്ലെങ്കിൽ എല്ലാം അല്ലെ നമുക്കറിയാം CSP ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എല്ലാം പാസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എഞ്ചിനീയേഴ്സ് കൃത്യമായിട്ടുള്ള പ്ലേസുകളിലൊക്കെ അതിനനുസരിച്ചുള്ള പ്രൊവിഷൻസ് ഇടുന്നത്. സോ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുക. Then method to detect the extent of worker exposure and employee engineering. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നൊക്കെ അതിനനുസരിച്ച് പൊട്ടിത്തെറികളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് വികസിപ്പിക്കേണ്ടത്. വർക്ക് പ്രാക്ടീസ് കൺട്രോൾ എപ്പോഴും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളോട് കൂടിയിട്ട് വർക്ക് പ്രാക്ടീസ് കൈകാര്യം ചെയ്തു പോകുക. ആൻഡ് അതർ മെത്തേഡ്സ് ടു കൺട്രോൾ ദ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഹസാർഡ്സ്. ഇത്തരത്തിലുള്ള ഹസാർഡ്സിന് മുൻകരുതലായിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സുകളൊക്കെ അവിടെ ഫോളോ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. Then recognize and control hazards. Industrial hygienists recognize that engineering, work practice and administrative control and the primary means of reducing employee exposure to occupational hazards. ഓക്കെ, തൊഴിൽപരമായിട്ട് ഹസാർഡ്സുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. തിയേറ്ററുകളിൽ അല്ലെങ്കിൽ എമർജൻസി കേസുകളിൽ അല്ലെ ലേബർ റൂം ഈ കേസ് എവിടെയും ട്രീറ്റ്മെന്റിനനുസരിച്ചിട്ടുള്ള ഇന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കും അല്ലെ. തൊഴിൽപരമായിട്ട് നമുക്കറിയാം ആ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അധികം അല്ലെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, അധികം ഇൻജുറീസ് വരാതിരിക്കാൻ, അധികം എന്താണ് ഹസാർഡ്സുകൾ ഫേസ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എഞ്ചിനീയേഴ്സ് പ്ലാൻ ചെയ്യുമ്പോഴും അതനുസരിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ അവിടെ കൊടുക്കണം. ഭരണതലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോയാലാണ് ഈ പറഞ്ഞ ഹസാർഡ്സിനെ നമുക്ക് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ശരിയാണോ? പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമെന്ന് ഒരു തലത്തിൽ തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് നടപ്പാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് അത് തീരുമാനം ഉണ്ടാക്കണം, ഡിസിഷൻ ഉണ്ടാക്കണം അല്ലെ. പിന്നെ നമുക്കറിയാം മേലധികാരികളായിരിക്കും ഒരുപക്ഷെ അത് നടപ്പാക്കി കൊണ്ടുപോകും. കേസ് സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നടപ്പാക്കുന്നത്. ഇങ്ങനെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണമെന്ന് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇൻ കേസ് പ്രിക്കോഷൻസ് ഒന്നും എടുക്കാത്ത സ്റ്റാഫുകളാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് മേലാധികാരികൾ കൺട്രോൾ ചെയ്യും അല്ലെ. ഇന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലെ. അവിടെ തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സ് അവിടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ പാസ് ചെയ്യും. ഇൻ കേസ് അവിടെ പാസ് ചെയ്തിട്ടും അവരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇല്ലേ? ശരിയല്ലേ? ആണോ? അപ്പൊ നമുക്കറിയാം
അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഹസാർഡ്സിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. Okay, engineering control lower employee exposure by either reducing or removing the hazards at the source of isolating the worker from the hazards. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും എഞ്ചിനീയേഴ്സ് ഒക്കെ അല്ലെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുള്ളൂ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് പലതരത്തിലുള്ള അല്ലെ അവിടെ എന്താണ് ഓരോരോ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെയാണ്. സോ അവിടെ തീർച്ചയായിട്ടും അവര് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറികളെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിമൂവിങ് ദ ഹസാർഡ്സ് അറ്റ് ദ സോഴ്സ് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് വിവിധ തരത്തിലുള്ള ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന എന്താണ് അപകടാവസ്ഥകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ ഉള്ളവരൊക്കെ ആസൂത്രണം ചെയ്തത് കൊണ്ട് അതനുസരിച്ചിട്ടേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമുക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിലൊക്കെ അങ്ങനെയല്ലേ പഠിച്ചത്. റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിലൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നോട്ടിഫൈ ചെയ്യാണ്. നേച്ചർ ആയിട്ടുള്ളതൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് അല്ലെ എത്രയും പെട്ടെന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്യിപ്പിക്കും, ഐസൊലേറ്റ് ചെയ്യും അല്ലെ. അവിടെ പ്രത്യേകമായിട്ട് അവിടെ വേർതിരിച്ചിടും, ആർക്കും പ്രവേശനമില്ല എന്നുള്ള മുൻകരുതലോട് കൂടിയിട്ട്. നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് ആ ഒരു വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷമാണ് കൃത്യമായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നല്ലേ നമുക്കറിയാവുന്നത്. ഇൻസ്പെക്ഷന് വരുന്ന പേഴ്സൺസ് ഒക്കെ അത് നോട്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് പബ്ലിക്കിനായിട്ട് അവൈലബിൾ ആകുന്നത്. സോ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യകതകളും അല്ലെ അവസ്ഥകളും വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. ഓക്കെ, ഇപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം എഞ്ചിനീയേഴ്സിന് പങ്കുണ്ട്, അഡ്മിനിസ്ട്രേറ്ററിന് പങ്കുണ്ട്, അതേപോലെ തന്നെ അവിടെയുള്ള അല്ലെ മേജർ ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് പോലെയുള്ള വ്യക്തികൾക്ക് പങ്കുണ്ട്, അതേപോലെ തന്നെ സ്റ്റാഫിനൊക്കെ നല്ല രീതിയിലുള്ള പങ്കുണ്ട് അല്ലെ. കൃത്യമായിട്ട് തന്നെ അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അപകടാവസ്ഥയുടെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. എഞ്ചിനീയേഴ്സിനെ എങ്ങനെ എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോയാല് എഞ്ചിനീയേഴ്സ് കൺട്രോൾ ഓവർ എംപ്ലോയീസ് പ്രഷർ ബൈ either ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ബൈ either reducing or removing the hazards at the source of isolating the worker from the hazards. പല രീതിയിൽ എല്ലാവർക്കും അത് അടുക്കും ചീറ്റിയോടുകൂടി ക്രമീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ അപകടാവസ്ഥയെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാലോ. എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്താണ്? എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എല്ലാവർക്കും അപകടാവസ്ഥ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. Enclosing work process or controlling work operations, installing general and local ventilation system and periodic maintenance of equipment. എഞ്ചിനീയേഴ്സിന് നമുക്കറിയാം നല്ലൊരു റോളാണ്, കാരണം അവര് കൃത്യമായിട്ട് തന്നെയാണ് ഓരോരോ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. അപ്പോ നോക്കാം എന്താണ് എൻക്ലോസിംഗ് വർക്ക് പ്രോസസ് ഓർ കൺട്രോളിംഗ് വർക്ക് ഓപ്പറേഷൻസ് അല്ലെ. തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ അനുമതി കൊടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും അല്ല, കൃത്യമായിട്ട് അല്ലെ. ഇൻ കേസ് ഇവിടെ വേണമെങ്കിൽ അത് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഇന്ന സൗകര്യങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ ചിലതിന് അല്ലെ കൃത്യമായിട്ടുള്ള അപകടാവസ്ഥ തരണം ചെയ്യാൻ പറ്റുന്നതിന് മാത്രമാണ് അനുമതി കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ എല്ലാത്തിനും അനുമതി കൊടുക്കാൻ പാടില്ല അല്ലെ. ഇന്ന ഹ്യൂമൻ ബീയിങ്ങിന് എന്തെങ്കിലും അപകടാവസ്ഥ വരാൻ സാധ്യതയുണ്ടെങ്കിൽ സോ അങ്ങനെയുള്ള നടപടികൾക്ക് വിധേയമാക്കാൻ പാടില്ല. സോ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെ അവർക്ക് അവൈലബിൾ ആക്കാൻ പാടില്ല. ഇൻസ്റ്റാളിംഗ് ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ്. ഓക്കെ, നമുക്കറിയാം പൊതുവെ അല്ലെങ്കിൽ ഇന്ന ഏരിയകളിൽ അല്ലെ നമുക്ക് ചില പ്ലേസിൽ ചില റൂമുകൾക്ക് കേസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലൊക്കെ
ഒരുപാട് വായും വെളിച്ചമൊക്കെ കയറണമായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ ടേബിള് അതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എവിടെയെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല അല്ലെ വെളിച്ചം കിട്ടുന്ന രീതിയിലൊക്കെ ആയിരിക്കണം അവർ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അല്ലെ. എല്ലാവർക്കും പാസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലീനിങ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്ലേസുകളൊക്കെ വേണം എന്നൊക്കെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറലായിട്ട് ഇന്ന റൂൾസുകൾ അവിടെ പ്രയോഗിച്ചേ പറ്റും. അല്ല ചില കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ ഇൻ കേസ് റൂമും കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ പേഷ്യൻസിനൊക്കെ ഉള്ള റൂമും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വെന്റിലേഷൻ ഒക്കെ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യാം. അതേസമയം പെർട്ടിക്കുലർ ഒരു വിഭാഗത്തിന് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും അല്ലെ പ്രോപ്പറായിട്ടുള്ള നമുക്കറിയാം ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള എല്ലാത്തിനും സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളത്. So installing general and local ventilation systems and then next പറയുന്ന periodic maintenance of equipment. The engineers ഇതിനുള്ള പ്രൊഫഷൻസ് ഒക്കെ കൊടുത്തു, നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ കൊടുത്തു, നന്നായിട്ട് പോരാ അല്ലെ. ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. എന്റെ അറിയില്ലേ ആവശ്യമില്ലേ അല്ലേ. നമ്മുടെ എ സിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്കിംഗ് അല്ല എങ്കിൽ പ്രശ്നമല്ലേ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അത് വർക്കിംഗ് ആണോ എന്നോ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം അല്ലെ. പീരിയോഡിക് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ വേണ്ടി വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് നമുക്കറിയാം അവിടേക്ക് എപ്പോഴും മോസ്റ്റ്ലി നമുക്കറിയാം അവിടെ എ സി ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള ഇതിനൊക്കെ വളർച്ച പ്രാപിക്കാനായിട്ടുള്ള ജെംസിനൊക്കെ വളർച്ച പ്രാപിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ടൊക്കെ തന്നെ എപ്പോഴും എ സി കണ്ടീഷനിലാണ് അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ മൂവ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് അല്ലെ മെയിൻ്റെനൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എഞ്ചിനീയേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വർക്ക് പ്രാക്ടീസ് കൺട്രോൾ. ഓക്കെ, എന്താണ് വർക്ക് പ്രാക്ടീസ് കൺട്രോൾ എന്ന് പറയുന്നത്? ഓക്കെ, വർക്ക് പ്രാക്ടീസിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ദാറ്റ് മിനിമൈസ് എക്സ്പോഷർ വൈൽ ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ്. ഓക്കെ, എപ്പോഴും പൊട്ടിത്തെറിവുകളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. വലിയൊരു ഹസാർഡ്സിലേക്ക് അപകടാവസ്ഥയിലേക്ക് ആക്കാതെ വലിയ ഹസാർഡ്സ് വരാൻ സാധ്യത ഉണ്ടെങ്കിലും അതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന നടപടികളിലേക്ക് അല്ലെ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും പ്രോപ്പർ ആയിട്ട് തന്നെ അത് ചെക്ക് ചെയ്യണം. കേസ് പെട്ടെന്ന് അല്ലെ അടിച്ചു പോകുന്ന ഒരു അല്ലെ സാധ്യതകൾ ഉണ്ടാകരുത്. പൊട്ടിത്തെറികളൊക്കെ വന്ന് പീപ്പിൾസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാനൊക്കെ മുൻകരുതലുകൾ എടുക്കണം. Then next നോക്കുകയാണെങ്കിൽ inspecting and maintaining process and control equipment on a regular basis. ഓക്കെ, എക്യുപ്മെന്റുകളൊക്കെ എപ്പോഴും നമുക്കറിയാം മെയിൻറ്റെയിനിങ് അല്ലെ പരിപാലിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും നമുക്കറിയാം ചില എക്യുപ്മെന്റ്സിലൊക്കെ നമ്മൾ പഠിക്കാനുണ്ടോ നെക്സ്റ്റ് ചാപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഒക്കെയാണ്, അതായത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്യുപ്മെന്റ്സിനൊക്കെ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എന്താണ് രോഗിയെ കയറ്റിയിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ആബ്സെൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ് സ്റ്റക്കായി പോവുകയാണെങ്കിൽ നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. പേഷ്യൻസിനെ സംബന്ധിച്ചും സ്റ്റാഫിനെ സംബന്ധിച്ചും ഭയങ്കര പാടാണ്. സോ നമുക്കറിയാം ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന് നേരത്തെ കൂടി അറിയാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെ ഇതിന്റെ പാറ്റേൺ കംപ്ലൈന്റ് ആയി വരുന്നതിന്റെ സിഗ്നലൊക്കെ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഘടിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കേടാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് ആണ്. ഓക്കെ, ഇനി എക്യുപ്മെന്റ് ഓക്കെ ഇതിനെന്തോ സംതിങ് റോങ് ആണ്, സോ അത് പരിഹരിക്കേണ്ടതുണ്ട്. സോ ആ ഒരു രീതി അതിനുള്ളിൽ അപ്ലൈ ചെയ്യുന്നു അല്ലെ. ചിലപ്പോൾ കീ സൗണ്ട് ഒക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ കാണിക്കാറില്ലേ എക്യുപ്മെന്റ്സിലൊക്കെ കേൾക്കാറുണ്ടോ? ചിലപ്പോ എക്യുപ്മെന്റ് അല്ലെ ഫുൾ സ്റ്റക്ക് ആവണേക്ക് മുമ്പ് തന്നെ മുൻകരുതൽ എന്ന രീതിയിൽ അത് അതിൻ്റെതായിട്ടുള്ള ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. സോ അതനുസരിച്ചിട്ടൊക്കെ നമുക്കറിയാം ഇന്ന എക്യുപ്മെന്റ്സിൽ കംപ്ലൈന്റ് വരുന്നുണ്ട്.
എന്തോ വൈബ്രേഷൻസ് കാണിക്കുന്നുണ്ട്. സോ ചെക്ക് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ, അത് വിലയിരുത്തി അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. അപ്പോൾ ഇൻസ്പെക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോസസ് ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. റെഗുലർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി എക്യുപ്മെന്റ്സ് ഒക്കെ അത് നിരീക്ഷിക്കണം. മെയിൻ്റെനൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ വരുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇംപ്ലിമെന്റിങ് ഗുഡ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം എപ്പോഴും ശുചിത്വത്തിന് പ്രാധാന്യമാണ്. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. എപ്പോഴും എല്ലാ സാധനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പ്ലേസിലൊക്കെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഹൗസ് കീപ്പിംഗിലൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു പോയതാണ്. സോ അതനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. പ്രൊവൈഡിങ് ഗുഡ് സൂപ്പർവിഷൻ. ഓക്കെ, അപകടാവസ്ഥയൊക്കെ വരുന്നതിന് ഒരു പരിധി വരെ നമുക്കറിയാം ഈ സൂപ്പർവൈസേഴ്സിനൊക്കെ വലിയൊരു പ്രാധാന്യമുണ്ട്. സോ അവര് തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ നോളജും ഒന്നും ഉണ്ടായിരുന്നു വരില്ല അല്ലെ. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സൂപ്പർവൈസേഴ്സ് ഒക്കെ വരുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇന്ന മുൻകരുതലുകൾ എടുക്കണം, ഈ രീതി ശരിയല്ല അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് അവർക്ക് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അപകടാവസ്ഥയെ ഒരു പരിധി വരെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. So implementing good housekeeping procedures providing good supervision. Then mandating that eating, drinking, smoking, chewing tobacco or gum and applying cosmetic in regulated areas are prohibited. ഓക്കെ, നിർബന്ധമായിട്ട് നമുക്കറിയാം ചില ഏരിയകളിലൊന്നും ഈ പറഞ്ഞ മാതിരി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അല്ലെ ചുയിങ്കം ചവച്ചുകൊണ്ടിരിക്കാനോ മാത്രമേ തന്നെ അല്ലെ എന്തെങ്കിലുമൊക്കെ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിരോധിക്കണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസ് എപ്പോഴും അൺവെല്ലായിരിക്കും. ചിലപ്പോൾ അവരുടെ ഒരൊറ്റ ശ്വാസം മാത്രമാണ് അവരുടെ ജീവൻ കൂടി ഊർജ്ജത്തിലേക്ക് എത്തിക്കാനായിട്ട് കിട്ടുന്നത്. സോ ആ അവസരത്തില് വിഷാംശം നിറഞ്ഞ സംഭവങ്ങൾ ശ്വസിക്കുക അല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് പീപ്പിൾസിനെ സംബന്ധിച്ച് പേഷ്യൻസിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു പ്ലേസുകളിലൊന്നും ഇരുന്ന് ഇങ്ങനെയുള്ള അല്ലെ നിരോധിച്ചിരിക്കുന്ന പ്ലേസുകളിലൊക്കെ അത് കൃത്യമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വർക്ക് പ്രാക്ടീസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പരിധി വരെ അപകടാവസ്ഥകൾ തരണം ചെയ്യാൻ സാധിക്കും. അതായത് ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെയല്ലേ? ശരിയാണോ? എക്സാമ്പിൾ ഏതെങ്കിലും രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ? വർക്ക് പ്രാക്ടീസ് കൺട്രോൾ ഉണ്ടോ? ഓർത്ത് വെക്കുക. വർക്ക് പ്രാക്ടീസ് കൺട്രോളിന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവുക. ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ദാറ്റ് മിനിമൈസിംഗ് exposure while operating the production and control equipment and inspecting and maintaining process. എപ്പോഴും നിരീക്ഷിക്കുക, അന്ന് നിലനിർത്തിക്കൊണ്ട് പോവുക. ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. എപ്പോഴും ദൈനംദിനമായി ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. Implementing good housekeeping procedures, then provide good supervision, then mandating the eating. അല്ലെ, നമുക്കറിയാം നിർബന്ധമായിട്ടുള്ള നിരോധിച്ചിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് അത് ഒഴിവാക്കണമെന്നുള്ള നിലപാട് തന്നെ സ്വീകരിച്ച് കേളേ. ഒരു ഹെഡിങ് കൂടി എടുക്കാലോ. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്? When effective work practices and or engineering control are not feasible to achieve the permissible exposure limit, or while such controls are being instituted and in emergencies, appropriate respiratory equipment must be used. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, ഈ പറഞ്ഞ മാതിരി ശുചിത്വമൊക്കെ വേണം, അതേമാതിരി തന്നെ അപകടാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അതിനനുസരിച്ചുള്ള തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ശരിയല്ലേ? നമ്മൾ പറഞ്ഞില്ലേ വേണമെന്ന് പറഞ്ഞില്ലേ? ആ, യെസ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെയുള്ള നിലപാടുകൾ അവിടെ സ്വീകരിക്കേണ്ടതാണ്. ഇൻ കേസ് അല്ലെ എന്തെങ്കിലും പൊട്ടിത്തെറികൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടാക്കും എന്ന് അല്ലെ, പെട്ടെന്ന് നമുക്കറിയാം ഹോസ്പിറ്റലാണ് ഈ പറഞ്ഞ പ്രിക്കോഷൻസും നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. എനിവേ എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും അവിടെ കീപ്പ് ചെയ്യണം അല്ലെ. പെട്ടെന്ന് ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൾസും കാര്യങ്ങളൊക്കെ താഴ്ന്നു പോകുന്ന സൗകര്യമാണ്, പെട്ടെന്ന് ബ്ലീഡിങ് വരുന്ന ഒരു കാര്യമാണ്. സോ നമുക്കറിയാം അതിനനുസരിച്ചുള്ള പ്രിക്വേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുണ്ട് ഇല്ലേ.
റെസ്പിറേറ്ററി പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കറിയാം എന്തെടുത്തുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്, വെന്റിലേഷൻ സൗകര്യം ഉണ്ടാവില്ലേ, വെന്റിലേറ്ററില്ലേ. അതേപോലെ തന്നെ നമുക്കറിയാം ബ്ലീഡിങ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് മെഷീനാ യൂസ് ചെയ്യുന്നത്, ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് മെഷീനാ യൂസ് ചെയ്യുന്നത്, ണ്ടോ നമ്മൾ പഠിച്ചു പോയതൊക്കെ എന്താ, ലൈറ്റാർമിയ മെഷീൻ ഇല്ലേ, ലൈറ്റാർമിയ മെഷീൻ ഇല്ലേ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാം. അതേമാതിരി തന്നെ അല്ലെ നമുക്കറിയാം ഡിഫിബ്രില്ലേറ്റർ, പെട്ടെന്ന് ശ്വാസം അല്ലെ ഒക്കെ പെട്ടെന്ന് ഒരു ശ്വാസം എടുക്കുക, CPR പകരം കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. സോ അങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള അല്ലെ പെട്ടെന്ന് അർജൻസി കേസുകൾ വന്ന പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സും അവിടെ കീപ്പ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് തീരുമാനമെടുക്കണം അല്ലെ, അത് നടപ്പാക്കി പോകണം. തന്നെയാ പറയുന്നത് എഫക്റ്റീവ് വർക്ക് പ്രാക്ടീസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺട്രോൾ ആർ നോട്ട് ഫീസിബിൾ. ഈ കേസ് ചില സമയത്ത് ഇതൊന്നും ഫീസിബിൾ ആവില്ല, കാരണം രോഗിയുടെ രോഗാവസ്ഥയിൽ നല്ല വെന്റിലേഷൻ സൗകര്യം എഞ്ചിനീയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല വർക്ക് പ്രാക്ടീസ് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ രോഗിയുടെ രോഗാവസ്ഥയിൽ അവർക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനത്തെ കേസിൽ നമുക്കറിയാം എക്യുപ്മെന്റ്സിന്റെ സഹായം തന്നെ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലേ. പറഞ്ഞു വരുന്നത് ഓക്കെ അല്ലേ, ക്ലിയർ ആവുന്നില്ലേ? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നോട്ട് ഫീസിബിൾ ടു അച്ചീവ് ദ പെർമിസിബിൾ എക്സ്പോഷർ ലിമിറ്റ് ഓർ വൈൽ സച്ച് കൺട്രോൾസ് ആർ ബീയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻ എമർജൻസീസ് അപ്രോപ്രിയേറ്റ് റെസ്പിറേറ്ററി എക്യുപ്മെന്റ് മസ്റ്റ് ബി യൂസ്ഡ്. സോ അവിടെ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ അഡീഷൻ personal protective equipment such as the gloves, safety goggles, helmets, safety shoes, and protective clothing may be also required. തീർച്ചയായിട്ടും നമുക്കറിയാം പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാമെന്നൊക്കെ നല്ല നിബന്ധനയൊക്കെ ഉണ്ട്, അതനുസരിച്ചുള്ള എക്യുപ്മെന്റ്സിലേക്ക് പാടണം അല്ലെ. ഈ പറഞ്ഞ സേഫ്റ്റി ഗോഗിൾസും ഹെൽമെറ്റ്സും സേഫ്റ്റി ഷൂസും അല്ലെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആക്കേണ്ടതുണ്ട്. Then to be effective, personal protective equipment must be individually selected, properly fitted and periodically refitted, then consciously and properly worn. Okay, regular maintained and replaced as necessary. മാത്രമല്ല നമുക്കറിയാം ഇനിയും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പോകണമെന്ന് സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ട്. അവര് തോന്നിയ മാതിരിയൊക്കെ ചിലർ ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കില്ല, ചിലര് പറഞ്ഞ മാതിരി അവരവന് ഫിറ്റ് ഇല്ലാത്ത ഫിറ്റ് ചെയ്തൊക്കെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ വന്നാലും പ്രശ്നമാണ് അല്ലേ. അവരവന് അല്ലെ സ്റ്റാഫുകൾക്ക് അവരവന് ഫിറ്റ് ആവുന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെ നല്ലൊരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രോപ്പർലി വോൺ ചെയ്യണം, ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനോഭാവം ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ അപകടാവസ്ഥകളൊന്നും വരാതെ പേഷ്യൻസിന് നല്ല രീതിയിൽ സേവനം കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ. സോ എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം കുറെ നിയമ നടപടികളൊക്കെ എടുക്കുന്നതോടൊപ്പം തന്നെ ഇൻ കേസ് ഇന്ന എഞ്ചിനീയേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് പോലെയൊന്നും കാര്യങ്ങളല്ലാത്ത കൈകാര്യം ചെയ്യേണ്ട പേഷ്യൻസും ഉണ്ടാകും. സോ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് അവിടെ കീപ്പ് ചെയ്യണം. then അതേമാതിരി തന്നെ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്ലോവ്സും സേഫ്റ്റി ഗോഗിൾസും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യണം. then അതെല്ലാം നമുക്കറിയാം പ്രോപ്പർലി ഫിറ്റ് ആയിട്ട് ആത്മാർത്ഥതയോടുകൂടി ധരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പേഴ്സൺസ് വില്ലിംഗ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചിട്ട് തന്നെ വരാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, താങ്ക് യു.